ആന്തരികതയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ എൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തെ ആണ് നാം ആത്മാവ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി അറിയണ്ടേ? അറിയുന്നതായ പ്രോസസ്സിനെയാണ് വിദ്യ എന്ന് പറയുന്നത്. ആത്മാവിനെ അറിയുന്നതായ വിദ്യയ്ക്ക് എന്ത് പറയുന്നു? ആത്മവിദ്യ. ആത്മവിദ്യ വേണം. ആത്മവിദ്യ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? എന്താ ഉണ്ടാവുക? ഈ പറയുന്ന എല്ലാ പ്രഹേളികകളും ഒഴിഞ്ഞു പോകുന്നു. മരീചിക പോലെയാണ്, മരുമരീചിക പോലെയാണ്. വാസ്തവത്തിലുള്ളതല്ല മരീചിക, ഉണ്ടെന്ന് നമുക്ക് തോന്നും, ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്ന പരമാർത്ഥത്തിൽ ഇല്ലാത്തതുമായ ഒരു മണ്ഡലത്തിലല്ലേ നാം വ്യവഹരിക്കുന്നത്? ഗുരു പറയുന്നു, ആത്മവിദ്യാസങ്കോചം ഉണ്ടാകരുത്. യഥാത്മവിദ്യാസങ്കോചസ്തഥാ വിദ്യാ ഭയങ്കരം നാമരൂപാത്മനാധ്യർത്ഥം വിഭാതീഹ പിശാചവത്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് പറയുന്നത്. എന്താണ്? എപ്പോഴാണോ ആത്മവിദ്യ തീരെ ചുരുങ്ങിപ്പോകുന്നത്, അപ്പോൾ, അതായത് പരമമായ അറിവിൻ്റെ തലത്തിൽ നിന്നും നാം ചുരുങ്ങിപ്പോകുന്നു, ആത്മവിദ്യാസങ്കോചം ഉണ്ടാകുന്നു. അത് ആത്മസങ്കോചമാണ്. ആത്മസങ്കോചം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നാമരൂപാത്മനാത്യർത്ഥം വിഭാതീഹ പിശാചവത്. നാമരൂപാത്മനാ പിശാചവത്. നാമങ്ങളായിട്ടും രൂപങ്ങളായിട്ടും പിശാചനെ പോലെ ഏറ്റവും അധികം ഭയമുണ്ടാക്കത്തക്കവണ്ണം അവിദ്യ ഇവിടെ പ്രകടരൂപം കൈക്കൊള്ളുന്നു എന്നാണ്. ഈ നാമങ്ങളും ഈ രൂപങ്ങളും, നമ്മളൊരു പേരുച്ചരിക്കുമ്പോൾ ആ പേരിനോട് ബന്ധപ്പെട്ട രൂപം ഉള്ളിൽ വരുന്നില്ലേ? താമരപ്പൂവ്, തൻ്റെ ഉള്ളിലൊരു താമര കാണുന്നില്ലേ? ഇപ്പോൾ നാമം പറയുമ്പോൾ രൂപം വരും. രൂപത്തെ കാണുമ്പോൾ ഉള്ളു മന്ത്രിക്കും, ഇത് താമരപ്പൂ. സൂര്യൻ, ഉടനെ സൂര്യനുള്ളിൽ പ്രകാശിച്ചു. സൂര്യനെ കാണുമ്പോഴോ സൂര്യൻ, മനസ്സ് മന്ത്രിക്കും. അർക്കൻ, മുന്നേ അങ്ങനെ പേര് വച്ചിരിക്കുന്നു. ശരിയാണ്. അതെ അതെ. ഇപ്പോൾ ഇത് മൗസാണെന്ന് എല്ലാവർക്കും അറിയാം, നമ്മൾ ഉപയോഗിച്ച് ശീലിച്ചതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ മുമ്പിൽ ഈ മൗസ് ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇത് മൗസാണെന്ന് കണ്ടവരൊക്കെ വിലയിരുത്തി. എന്താ കാരണം? ഞാൻ ഇന്നലെയൊക്കെ ഈ മൗസ് ഉപയോഗിച്ചതാണ്. കാണുന്നവൻ നേരത്തെ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ളതായ ഒരറിവ് തൻ്റെ ഓർമ്മയുടെ രൂപത്തിൽ ഉള്ളിൽ ഇണക്കി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടപ്പോഴോ തൻ്റെ ഓർമ്മയിലിരിക്കുന്നതായ ആ അറിവ് ഇതിനകത്ത് ആരോപിക്കും. ഇതിനാണ് അധ്യാരോപം എന്ന് പറയുന്നത്. എന്നിട്ട് പറയും ഇത് മൗസ് എന്ന് പറയും. അധ്യാരോപം. വാസ്തവത്തിൽ തൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ളതായ ഒരു അറിവ് ഇല്ല എങ്കിൽ ഇതിനകത്ത് ആ ഓർമ്മയെ എവിടെ അധ്യാരോപിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാവില്ല. കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥനോട് ചോദിക്കും ഇത് എന്താണെന്ന് ചോദിക്കും. ചോദിക്കില്ലേ? ചോദിക്കും. ചോദിക്കുന്ന ആരാണ്? ചോദിക്കുന്ന മനസ്സാണ്. കാരണം മനസ്സ് എന്ന് പറയുന്നത് ചോദ്യങ്ങളുടെ കുലപതിയാണ്, സംശയങ്ങളുടെ അങ്ങേയറ്റത്തെ രാജാവാണ്. അപ്പോൾ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇപ്പോൾ ചോദിക്കും ഇതെന്താണ്? ഇത് മൗസാണ്. മനസ്സിലാക്കി. ഇതെന്തിനു കൊള്ളാം? ഇത് ഇന്ന കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. ഓ അത് ശരി. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ളതായ ഒരു ഡാറ്റ തൻ്റെ ഉള്ളിൽ കയറിക്കൂടി.
ആ കയറിക്കൂടിയ ഡാറ്റ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പിന്നെ ഇതിനെ കാണുമ്പോഴൊക്കെ വിലയിരുത്തുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ നിമിഷത്തിൽ എന്ത് കാണുന്നുവോ അതിനെ സംബന്ധിച്ചുള്ളതായ ഓർമ്മകൾ ഉള്ളിൽ കിടക്കുകയാണ് ചിത്തത്തിൻ്റെ രൂപത്തിൽ. അതൊരു വലിയ നിധിയാണ്, ഒരു നിധിശേഖരമാണ്. അതിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട റെലവൻ്റായിട്ടുള്ള ഓർമ്മയെ എടുത്തിട്ട് ഇതിനകത്ത് ആരോപിക്കും. ഓ, ഇത് മൗസ്, ഇത് മൈക്ക്. ഇത് കണ്ടിട്ടില്ല എങ്കിലോ ഇതെന്താണെന്ന് ചോദിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ ദൃശ്യപ്രപഞ്ചം നാമരൂപാത്മകമാണ്. അറിയുന്നത് എവിടെയാണ്? മനസ്സിലുള്ള ഓർമ്മകളിലാണ്. അപ്പോൾ മനസ്സ് ഇല്ല എങ്കിൽ, ഈ ഓർമ്മകളും ഇല്ല എങ്കിൽ ഈ ദൃശ്യപ്രപഞ്ചത്തെ കാണുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഈ ദൃശ്യപ്രപഞ്ചത്തിന് എങ്ങനെയാണോ ബ്രഹ്മം കാരണമായിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ഇത് മനഃക്കാരണമായിരിക്കുന്നു എന്ന് പറയുന്നത്. മനസ്സാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. മനസ്സില്ലെങ്കിൽ പ്രപഞ്ചമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചമില്ല എങ്കിൽ നിങ്ങൾ എത്ര പേര് ഇത് ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല. എൻ്റെ അനുഭവത്തിലില്ല, പിന്നെ ഞാൻ എങ്ങനെ അംഗീകരിക്കും? അപ്പോൾ ഇല്ലാത്തതായ പ്രപഞ്ചം, മനസ്സിന് സ്ഥായിയായിട്ടുള്ള ഒരു ഉണ്മയില്ല. മനസ്സെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്, പ്ലേബിൾ വാല്യൂ ആണ്. അങ്ങനെ ഇല്ലാത്തതായ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നതായ ദൃശ്യപ്രപഞ്ചത്തിന് അസ്തിത്വമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കുന്നവൻ പറയും ഒന്നും കൂടി അന്വേഷിക്കട്ടെ എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ഈ നാമങ്ങളും രൂപങ്ങളും നമുക്ക് ഉണ്ടാക്കി തരുന്നതായ വൈജാത്യങ്ങൾ, ഭേദങ്ങൾ, അതുകൊണ്ടാണല്ലോ ഇത് എൻ്റേത്, ഇത് നിൻ്റേതെന്നൊക്കെ പറയുന്നത്. ഞാൻ വേറെ, നീ വേറെ. നീ ആരാണ്, ഞാൻ ആരാണ്? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനോസൃഷ്ടമായിരിക്കുന്നതായ ഈ പ്രപഞ്ച സംവിധാനത്തെ കണ്ടിട്ട് അതാണ് സത്യമെന്ന് ധരിക്കുന്നതായ ഒരു അറിവ് തൻ്റെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ പേരാണ് അവിദ്യ. അവിദ്യ എന്ന് പറഞ്ഞാൽ അറിവില്ല എന്നല്ല അർത്ഥം, അറിവുണ്ട്. അറിവ് ഏത് തരത്തിലുള്ളതാണ്? തെറ്റായൊരറിവാണ്. വിദ്യയോ? വിദ്യ ശരിയായ അറിവാണ്. അവിദ്യയുടെ വിപരീതമാണ് വിദ്യ, അല്ലേ? ആത്മവിദ്യാ സങ്കോചമുണ്ടാകുമ്പോൾ ആത്മാവിൻ്റെ പ്രഭാവം കുറയുന്നു, ആത്മജ്ഞാനം കുറഞ്ഞു പോകുന്നു. ആത്മജ്ഞാനം കുറഞ്ഞ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ ദൃശ്യത്തിലേക്ക് ഈ ദൃശ്യപ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ഈ ദൃശ്യപ്രപഞ്ചം സത്യമാണെന്ന് ധരിക്കുന്നു. അങ്ങനെ ഈ ദൃശ്യപ്രപഞ്ചം സത്യമാണെന്ന് ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് മരീചിക പോലെയാണ്, എങ്ങും എത്തുന്നില്ലല്ലോ. അങ്ങനെ ജീവിതത്തിൽ ഉടനീളം ഇത് മുഴുവനും മരീചികയാണെന്ന് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അതിൻ്റെ പേരാണ് പിശാചവത് എന്ന് പറഞ്ഞത്. താൻ തെറ്റായി ധരിച്ച ലോകം ഇത് സത്യമാണെന്ന് ധരിച്ചുകൊണ്ട് ജീവിച്ചു. അവസാനം ഞാൻ പെട്ടുപോയി. തിരിച്ചറിയുമ്പോഴേക്കും കാലം കഴിഞ്ഞു പോയി. എന്നാൽ ഇനി പഠിക്കാമെന്ന് വിചാരിച്ചു. അതിനെ സംബന്ധിച്ച് പഠിച്ചു. പഠനം മുഴുവനും വസ്തുനിഷ്ഠമായിരിക്കണം. അത് ഒബ്ജക്റ്റീവ് സ്റ്റഡിയാണ്. തൻ്റെ മുന്നിലുള്ളതിനെ പഠിക്കുക. ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയുന്നു. പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകുന്നു. ശാസ്ത്രങ്ങളൊക്കെ രൂപം കൊണ്ടു. അനേക ശാസ്ത്രങ്ങളുണ്ടായി.
എന്നിട്ട് പ്രപഞ്ചരഹസ്യം കണ്ടെത്തിയോ? കണ്ടെത്തിയില്ല. സമാധാനം ഉണ്ടായോ? ഉണ്ടായില്ല. ശാന്തി ഉണ്ടായോ? ഉണ്ടായില്ല. ലോകം മുഴുവനും ഇന്നൊരു ഭീഷണിയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ എന്തേ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ? ലോകത്ത് എത്രയോ യൂണിവേഴ്സിറ്റികളുണ്ട്. അതുകൊണ്ട് നാരായണ ഗുരു പറയുന്നു, അല്ലെങ്കിൽ ഉപനിഷത്ത് ഋഷി പറയുന്നു, വിദ്യാരഥർ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും. അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസിലും, വിദ്യാരഥർ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും. അവിദ്യയെ ഉപാസിക്കുന്നവൻ ഇത് പ്രപഞ്ചമാണ്, പ്രത്യക്ഷത്തിൽ കാണുന്നതല്ല, സത്യമാണെന്ന് ധരിക്കുന്നവൻ അവിദ്യയെ ഉപാസിക്കുന്നവനാണ്. എന്നാൽ വിദ്യാഭ്യാസം നേടാമെന്ന് കരുതിയപ്പോഴോ വിദ്യാരഥർ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും. അപ്പോൾ ഞാൻ PhD കാരനാണെന്നോ ഞാൻ ഇന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ടുണ്ടെന്നോ ഒക്കെ പറഞ്ഞാൽ കൊള്ളാം, നല്ല ജോലി കിട്ടുന്നതിന് നല്ലതാണ്, ശമ്പളം കിട്ടും. എന്നിട്ട് എന്തിനാണ്? ഉപജീവനം നടത്തണ്ടേ? അപ്പോൾ ഉപജീവനം നടത്താൻ കൊള്ളാവുന്ന വിദ്യാഭ്യാസത്തെ കണ്ടിട്ടാണ് ഋഷി പറഞ്ഞത്, വിദ്യാരഥർ അന്ധമായ തമസിനെ ഉപാസിച്ച് കഴിയുന്നവരെക്കാൾ കൂരിരുട്ടിലാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് കാണിച്ച് ആത്മവിദ്യ ഉള്ളവനെ പേടിപ്പിക്കരുത്. പിന്നെ എന്ത് വേണം? ആത്മവിദ്യ നേടണം. ആത്മവിദ്യ നേടുമ്പോൾ എന്ത് സംഭവിക്കും? ആത്മസങ്കോചത്തിൽ നിന്നും ആത്മവികാസത്തിലേക്കുള്ള ഒരു വളർച്ചയുണ്ടാവുന്നു. ആ വളർച്ചയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ വിദ്യാവിദ്യകൾക്ക് അപ്പുറത്തുള്ളതായ ഒരറിവിലേക്ക് വരുന്നു. അവിടെ വിദ്യ ഒരു വശത്ത്, അവിദ്യ ഒരു വശത്ത്. ഇത് രണ്ടുമല്ല എനിക്ക് വേണ്ടത്. അതിൻ്റെ നടുനില ആദ്യം പറഞ്ഞില്ലേ? അപ്പോൾ നടുനിലയിൽ വരണമെങ്കിൽ എന്ത് വേണം? ധ്യാനം ശീലിക്കണം. അവിദ്യയുടെ മണ്ഡലത്തിൽ ജീവിക്കുന്നത് മനസ്സുകൊണ്ടാണ്, വിദ്യയുടെ മണ്ഡലത്തിലും ജീവിക്കുന്നത് മനസ്സുകൊണ്ടാണ്. ഇതിനെ രണ്ടിനെയും അപവദിച്ചു കഴിഞ്ഞാൽ മനസ്സവിടെ ഉണ്ടായിരിക്കുന്നില്ല. മനസ്സില്ലാത്തടത്തപ്പോൾ എന്ത് സംഭവിക്കും? ആത്മപ്രഭാവം ഉണ്ടാവും. അവനാണ് യോഗി, അവനാണ് ആത്മജ്ഞാനി, അവനാണ് സർവ്വ ചോദ്യങ്ങൾക്കും ഉത്തരമറിയാവുന്നവൻ, എല്ലാ സമസ്യകളുടെയും കെട്ടഴിക്കാൻ കഴിയുന്നവൻ. അവിടെയാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ വന്ന് നിൽക്കുമ്പോൾ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അല്ലേ? അർജുനൻ എന്താ മോശക്കാരനാണ്? ശാസ്ത്രപണ്ഡിതനാണ്. അതെ, ശാസ്ത്രപണ്ഡിതനായിരിക്കുന്ന അർജുനൻ സർവശാസ്ത്ര പാരംഗതനാണ്, ശാരീരികമായും മാനസികമായും കേൾപ്പുള്ളവനാണ്. എന്നിട്ട് എന്തേ ഗദ്ഗതചിത്തനാവുന്നു, ഇത് കർത്തവ്യതാമൂഢനായി തീരുന്നു, ധർമ്മസമ്മൂഢ ചേതസ്സായി മാറുന്നു. എന്ത് സംഭവിച്ചു? 10,000 വില്ലാളി വീരന്മാരോട് ഒറ്റയ്ക്ക് നിന്ന് എതിർത്ത് വിജയിക്കാൻ കഴിവുള്ളവൻ. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു ഡൈലമ, ധർമ്മസങ്കടമുണ്ടാകുമ്പോൾ അവിടെ പരിഹരിക്കണമെങ്കിൽ പ്രസ്തുത ആത്മസങ്കോചം മാറണം. അവിടെ ശാസ്ത്രപാണ്ഡിത്യം സഹായത്തിന് വരില്ല. അവിടെ സഹായത്തിന് വരുന്നത് ഗുരുവാണ്. അവിടെ ഗുരു ആരാണ്? ശ്രീകൃഷ്ണനാണ്. യുദ്ധക്കളത്തിൻ്റെ നടുക്ക് പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരുവൻ. നമ്മുടെ ജീവിതമാവുന്ന യുദ്ധക്കളത്തിൽ കരഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാണ്.
അവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ സംഭവിച്ചു കഴിഞ്ഞു, തുടങ്ങിക്കഴിഞ്ഞു, യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണനാണ് അർജുനന് എല്ലാമായിട്ട് ഇരിക്കുന്നത്. അവസാനം ആകവേ 18 അക്ഷൗഹിണി പടകളുള്ളതിൽ 7 അക്ഷൗഹിണി മാത്രമുള്ളത് ആ പാണ്ഡവ സൈന്യം വിജയിക്കുന്നു. ധർമ്മപക്ഷധാരികളാണ്. എന്തുകൊണ്ടാണ് വിജയിക്കാൻ കഴിഞ്ഞത്? ഓൺലി ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗുരു ലോർഡ് കൃഷ്ണ. ദുര്യോധനാദികൾ ആശ്രയിച്ചത് ആരെയാണ്? ദ്രോണാചാര്യരെയാണ്. അദ്ദേഹം ആചാര്യനാണ്, നോട്ട് ഗുരു. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ പാരംഗതനാണ്, ബ്രഹ്മജ്ഞാനിയൊന്നുമല്ല. ധനുർവേദത്തിൽ ആചാര്യനാണ് അദ്ദേഹം. യുദ്ധരഹസ്യങ്ങളുടെ മറുകര കണ്ടവനാണ്. അതുകൊണ്ട് ഇവരെല്ലാവരും നല്ല യുദ്ധ വീരന്മാരാണ് താനും, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. ഈ യുദ്ധം ചെയ്യാൻ ഉള്ള ധൈര്യം അർജുനനുണ്ട്. പക്ഷെ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നതായ ധർമ്മസങ്കടത്തെ അതിവർത്തിക്കുവാൻ കഴിയുന്നില്ല. കൗരവർ പിന്നെ ആശ്രയിച്ചത് ഭീഷ്മപിതാമഹനെയാണ്. അത് പിതൃസ്ഥാനീയനാണ്. ഇതൊന്നും ഇവിടെ മതിയാവുകയില്ല. ഇവിടെ മതിയാവണമെങ്കിൽ ഗുരു വേണം. അതുകൊണ്ട് എന്താണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ പൈശാചികമായിട്ടുള്ളതായ ഇത്തരം കർമ്മരംഗങ്ങളിൽ നിന്നും നമ്മളൊരു പക്ഷേ എപ്പോഴും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതായ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും അതിവർത്തിക്കണമെങ്കിൽ നല്ല കെട്ടുറപ്പോടുകൂടി, ദൃഢമായ തീരുമാനത്തോടുകൂടി, ഇച്ഛയോടുകൂടി തൻ്റെ തപസ്സിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കണം. അങ്ങനെയുള്ളതായൊരു സന്ദർഭത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് നാരായണ ഗുരു ഒരു സ്തോത്രകൃതിയിൽ സുരാരാധികാലം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിൻ്റെ എത്രയോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള തലങ്ങളിലൂടെ ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്ക് സഞ്ചരിക്കാം എന്നുള്ളതിൻ്റെ തെളിവാണ്, അല്ലേ? അവസാനം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം? എന്തായിരിക്കണം? ഇപ്പോൾ എന്താണ്? ഇപ്പോൾ തന്നെ അത് എന്തായി തീരണം. അത് പിന്നത്തേക്കല്ല, ഈ നിമിഷം, ഇതിൻ്റെ സമ്പൂർണ്ണതയും. നമ്മൾ ഗുരുസ്തോത്രം ചൊല്ലിയപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഗുരുസ്തോത്രം ചൊല്ലി. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനമാകുന്ന തിമിരം അത് നമ്മളിൽ കയറി പിടിച്ചിരിക്കുകയാണ്. ഇനി എന്തു വേണം? ആ അന്ധതയെ ഒഴിവാക്കണം. ജ്ഞാനമാകുന്ന അഞ്ജനശലാക കൊണ്ട് അതിനെ എടുക്കണം. അങ്ങനെ എടുക്കുവാൻ കഴിവുള്ള ആരാണ്? നമ്മുടെ ഉള്ളിൽ നിന്നുള്ള അന്ധകാരം മാറ്റി നമ്മുടെ ആ അകക്കണ്ണ് തുറന്നു തരുവാൻ കെൽപ്പുള്ളത് ആരാണ്? ഗുരുവിന് മാത്രമേ കഴിയൂ. ഗുരുവിനെ തന്നെ നമ്മൾ ശരണം പ്രാപിക്കുന്നു. ഇത്രയും വലിയൊരു പ്രഹേളിക തൻ്റെ മുന്നിൽ വന്ന് പെട്ടിട്ട് ജീവിതത്തിൽ നാം അഭിമുഖീകരിച്ച ഏറ്റവും വലിയൊരു പ്രതിസന്ധിയെ നാം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നതായ അർജുനൻ, ആ സമസ്യയെ കെട്ടഴിക്കാൻ കൃഷ്ണന് മാത്രമേ കഴിഞ്ഞുള്ളൂ. അർജുനൻ്റെ യഥാർത്ഥത്തിലുള്ളതായ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എന്താണ് എന്നതിന് മനസ്സിലാക്കാൻ കഴിവുള്ള ആകെ ഒരാൾ അത് കൃഷ്ണനാണ്. നമ്മളെ മനസ്സിലാക്കാൻ കഴിവുള്ള ആകെ ഒരാൾ അത് ഗുരുവാണ്. ആ ഗുരുവനായിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുക. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.